ടേസ്റ്റ് ബൈ ലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കടായിയാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈങ് പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഒരു സ്ലൈസ് ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് പീസസ് ആക്കി വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈങ് പാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഫ്രൈ ആക്കിയെടുക്കാം. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്ലൈസ് ബട്ടറൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 സവാള മീഡിയം സൈസിൽ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി പീസാക്കിയത് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നേരത്തെ തന്നെ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 10-15 പീസോളം കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാനിവിടെ 2 എണ്ണം എടുത്തത്. വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം മതിയാകും. തക്കാളിക്ക് ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടി ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും ഇതിലേക്ക് ഒരു സ്ലൈസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അരപ്പൊട്ടും വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം 1 ടീസ്പൂൺ അളവിൽ നമ്മൾ പഞ്ചസാര ഒരു മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പനീർ ഇട്ട ശേഷം നല്ലപോലെ തിളയൊക്കെ വന്ന് നമ്മുടെ ഗ്രേവി ചൂടായിട്ട് ബട്ടർ തെളിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അങ്ങനെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പനീർ ബട്ടർ മസാല. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.